ഈ അടുത്തിടെ നടന്ന പല കുറ്റകൃത്യങ്ങളിലും കുട്ടികൾ പ്രതികളാകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. കുട്ടികൾ ക്രിമിനലുകളായി വളരുന്നത് എങ്ങനെയാണെന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ട്. കുറ്റം ആരുടേതാണ്? വീട്ടിൽ നിന്ന് തന്നെയല്ലേ അവരുടെ സ്വഭാവ രൂപീകരണം തുടങ്ങേണ്ടത്? കുടുംബാന്തരീക്ഷം കുഞ്ഞുങ്ങളുടെ വളർച്ചയെ ബാധിക്കുന്നത് എങ്ങനെയാണ്? ഇതേക്കുറിച്ച് സംസാരിക്കാൻ ചേരുന്നത് സൈക്കോളജിസ്റ്റായ സനിക കിഷോറാണ്. കൊച്ചി കടവന്ത്രയിൽ പ്രവർത്തിക്കുന്ന സ്പീച്ച് ഷോർ മൾട്ടി ഡിസിപ്ലിനറി സെന്ററിലെ ബിഹേവിയർ തെറാപ്പിസ്റ്റ് കൂടിയാണ് സനിക കിഷോറിന്റെ വാക്കുകൾ കേൾക്കാം. നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു വിഷയം ഇതാണ്. ഒരു പോസിറ്റീവ് ഫാമിലി എൻവയോൺമെന്റ് എത്രത്തോളം ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഡിസ്കഷൻ ടോപ്പിക്. ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയുടെ ചുറ്റുപാട് നടക്കുന്ന എക്സ്പീരിയൻസസ്, ഫസ്റ്റ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റിസർച്ചേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കുട്ടിയുടെ ഏർലി ഇയേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെവലപ്മെന്റ്, മേജർ ആയിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെന്റ് നടത്തുന്നത്. ഇപ്പൊ ഒരു കുട്ടി നേരിടുന്നതായിട്ടുള്ള സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ ആ കുട്ടി എന്തൊക്കെ എക്സ്പീരിയൻസസ് ആണ് ആ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ അനുഭവിക്കുന്നത്, അത് ആ കുട്ടിയുടെ ഡെവലപ്മെന്റിൽ അത്രത്തോളം പ്രാധാന്യം ഉള്ള ഒരു കാര്യമാണ്. ആ ഏർലി എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരു കുട്ടി നമ്മൾ എങ്ങനെ ആ കുട്ടിയോട് ട്രീറ്റ് ചെയ്യുന്നു, ആ കുട്ടി എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ ആ കുട്ടിയോട് സംസാരിക്കുന്നു, എങ്ങനെ ഇടപെടുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ആ കുട്ടി എക്സ്പോസ്ഡ് ആകുന്നു എന്നുള്ളതൊക്കെ അതിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ആ കുട്ടിയുടെ ബിഹേവിയറൽ ആയിട്ടുള്ളതും ഇമോഷണൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഡെവലപ്മെന്റിന് വളരെയധികം ഇമ്പാക്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലവ്, സപ്പോർട്ട് ആൻഡ് സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ എങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എത്രത്തോളം ലവ്, സപ്പോർട്ട്, ഈ പറഞ്ഞ സേഫ് ആയിട്ട് ഫീൽ ചെയ്യുക, നമ്മുടെ വീട്ടിലാണ് നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യേണ്ടത്. അത് എത്രത്തോളം ഒരു കുട്ടിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് അവർക്ക് അവരുടേതായിട്ടുള്ള ഇമോഷൻസ് നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യാനും, നല്ല ഗുഡ് റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനും, സോഷ്യൽ സ്കിൽസ് ബിൽഡ് ചെയ്യാനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കുട്ടിക്ക് ആദ്യത്തെ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ സ്ട്രെസ്സും നെഗ്ലക്റ്റ് ഒക്കെയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, അത് ആ കുട്ടിയെ അത്രത്തോളം നെഗറ്റീവ് ആയിട്ടാണ് ബാധിക്കാൻ പോകുന്നത്. സോ നമ്മൾ എപ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ എന്തൊക്കെയാണ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമാണോ പാരന്റ്? അതായത് ഫുഡ്, ക്ലോത്ത്സ്, എഡ്യൂക്കേഷൻ, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പക്ഷെ അത് മാത്രമാണോ? അതിലപ്പുറത്തേക്ക് നമ്മൾ നല്ലൊരു എൻവയോൺമെന്റ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്ന് കേൾക്കുന്ന അഗ്രഷൻ, വയലൻസ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിലൊക്കെ ഒരു തടയിടാനായിട്ട് സാധിക്കും. അപ്പൊ കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള സ്നേഹം, പരിഗണന, കെയർ, സേഫ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൂടാതെ ഫാമിലി മെമ്പേഴ്സ് പരസ്പരം എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു, പരസ്പരം എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതും, മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതൊക്കെ കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇതാണ് കുട്ടികൾ ലേൺ ചെയ്യുന്നതും പിന്നീട് മറ്റുള്ളവരിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് ഇടപെടുന്നു, എങ്ങനെ നമ്മൾ എംപത്തിക്കലായിട്ട് സംസാരിക്കുന്നു, എങ്ങനെ നമ്മൾ മറ്റുള്ളവരായിട്ട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുള്ളത് നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറയുന്ന കാര്യങ്ങൾ, അതിലും നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കണം. നമ്മുടെ ടോൺ, നമ്മുടെ ടോക്കിംഗ്, നമ്മുടെ ഭാഷ, ഇതൊക്കെ കുട്ടികൾ ഒബ്സർവ് ചെയ്യണം. കുട്ടികൾ എന്ന് പറയുന്നത് ഒരു സ്പോഞ്ച് പോലെയാണ് നമുക്ക് പറയാം. അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ഒബ്സർവ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ട് നല്ലൊരു പോസിറ്റീവ് എൻവയോൺമെന്റ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പാരന്റിങ്ങിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പാരന്റിങ് എന്ന് പറയുന്നത് നീഡ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ പ്രസന്റ് ആയിരിക്കുക, ബീങ് പ്രസന്റ് എന്ന് പറയുന്നത്. പ്രസന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്കലി മാത്രമല്ല, ഇമോഷണലിയും കൂടി നമ്മൾ പ്രസന്റ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പാരന്റ്സ് മോസ്റ്റ്ലി ജോബ് ഒക്കെ ചെയ്യുന്ന വർക്കേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് വീട്ടിലെ വർക്കും കഴിഞ്ഞ് കുട്ടികളെ മാനേജ് ചെയ്യുന്ന ഒരു വളരെ ചാവറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം. കുറേ പാരന്റ്സിന് അത് പ്രശ്നം വരുന്നത് ആ ഒരു ഏരിയയിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിനെ എല്ലാം മാനേജ് ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള മെന്റൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ് എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ എത്രത്തോളം കെയർ ചെയ്താൽ മാത്രമാണ്, ടേക്ക് കെയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കുട്ടികളെയും ടേക്ക് കെയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പാരന്റ്സ് ഇമോഷണലിയും ഫിസിക്കലിയും കുട്ടികളുടെ കൂടെ
ഇടപഴകുന്ന പാരന്റ്സിന്റെ കുട്ടികൾ മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ചിട്ട് വളരെയധികം കോൺഫിഡന്റ് ആയിട്ടും വളരെയധികം സെക്യൂർ ആൻഡ് കോൺഫിഡന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് റിസർച്ചേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ അവർ സ്കൂളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഗുണങ്ങൾ അവരിൽ കാണപ്പെടുന്നു. അവരിൽ ആൻസൈറ്റി അല്ലെങ്കിൽ ബിഹേവിയറൽ പ്രോബ്ലംസ് എല്ലാം ധാരാളം കുറഞ്ഞു കാണുകയും ചെയ്യുന്നുണ്ട്. ഇതിനർത്ഥം നമ്മൾ പെർഫെക്റ്റ് പാരന്റ്സ് ആവണം എന്നാണ്? അല്ല, പെർഫെക്റ്റ് പാരന്റ്സ് എന്ന് ഇല്ല. അപ്പൊ പെർഫെക്റ്റ് പാരന്റ്സ് ആവാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷെ സ്മോൾ എഫേർട്സ് ലൈക്ക് അവരെ ഒന്ന് കേൾക്കുക, ജഡ്ജ്മെന്റ് കൂടാതെ ഒന്ന് കേൾക്കുക, അവരുടെ ലോകത്ത് നമ്മളൊരു ഇൻട്രസ്റ്റ് കാണിക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നല്ല വ്യക്തികളായിട്ട് നമ്മുടെ കുട്ടികളെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്, നമ്മുടെ ഫാമിലി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. നമുക്ക് മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ വളർത്തിയെടുക്കുക, അത് നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ടാകുമ്പോഴും, വീട്ടിൽ സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഫീൽ ചെയ്യുമ്പോഴും, ഫാമിലി മെമ്പേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി, അത് അവരുടെ സെൽഫ് ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ നല്ല വ്യക്തിത്വമുള്ള പൗരന്മാരാക്കി തീർക്കാനായിട്ട് ശ്രദ്ധിക്കാം. താങ്ക് യു സനിക. എന്തായാലും ഈ ഇടയ്ക്ക് വരുന്ന വാർത്തകളെല്ലാം കാണുമ്പോൾ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണം എന്നുള്ള വലിയ ആധി മാതാപിതാക്കൾക്കുണ്ട്. അതിന് എങ്ങനെ എന്നുള്ളതിനൊരു മറുപടിയാണ് സനിക നൽകിയത്.